നമ്മൾ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലെ ഗണിതത്തിൻ്റെ 4ാമത്തെ യൂണിറ്റായ ഡിവിഷൻ മെത്തേഡ് എന്ന ഭാഗമാണ്. വളരെ ലളിതമായാണ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ക്ലാസ്സിൻ്റെ ബാക്കി ഭാഗം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ കാണുന്ന ബെൽ ബട്ടൺ അമർത്താൻ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ ക്ലാസ് പ്രയോജനപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ 4ാം പാഠമായ ഡിവിഷൻ മെത്തേഡ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സബ് ഹെഡിങ് നോക്കിയേ, ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, അതായത് ഹരണവും ഗുണനവും. നമുക്കറിയാം ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും പരസ്പരം റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ നോക്കിയേ, ഹൗ ഡു വി ഡിസ്ട്രിബ്യൂട്ട് 20 പീസസ് ഓഫ് ക്യാൻഡി ഈക്വലി എമംഗ് 5 കിഡ്സ്. എങ്ങനെയാണ് നമ്മൾ 20 മിഠായി 5 കുട്ടികൾക്ക് തുല്യമായിട്ട് വീതിക്കുന്നത്? വി നീഡ് ഓൺലി 5 ക്യാൻഡീസ് ടു ഗീവ് 1 to each. അപ്പം നമ്മളോട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തർക്കും 5 മിഠായി വീതം കൊടുക്കണമെന്ന് പറഞ്ഞു. ഇനി ആദ്യത്തെ പേജ് നോക്കിയേ, 5 കുട്ടികളുമുണ്ട്, 10 മിഠായി ഉണ്ട്. അപ്പം നമ്മൾ എങ്ങനെ ഈ 10 മിഠായി 5 പേർക്ക് തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യും? നമ്മൾ ആദ്യമേ നമുക്കറിയാം, ഓരോരുത്തർക്കും ഓരോന്ന് കൊടുത്തു. അപ്പം 5 പേർക്കും ഓരോന്ന് കൊടുക്കുമ്പോൾ ഒരാൾക്ക് ഒരെണ്ണം കിട്ടി. പിന്നെയും നമ്മുടെ കയ്യിൽ എത്ര മിഠായി മിച്ചമുണ്ട്? 5 മിഠായിയുടെ മിച്ചമുണ്ട് അല്ലേ? അപ്പം നമ്മൾ ഈ ഓരോരുത്തർക്കും ഓരോന്നൂടെ കൊടുത്തു. അപ്പോൾ ഓരോ കുട്ടികൾക്കും എത്ര മിഠായി വീതം കിട്ടി? 2 മിഠായി വീതം കിട്ടി. അപ്പം നമ്മൾ 10 മിഠായിയെ 5 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 എന്ന് കിട്ടി. ഓരോ കുട്ടികൾക്കും 2 വീതം കിട്ടി. ഇനി അടുത്ത നോക്കിയേ, ഇനി 20 മിഠായിയുടെ പടം തന്നിട്ടുണ്ട്. അവിടെ എത്ര കുട്ടികൾ തന്നെയുള്ളേ? 5 കുട്ടികളാണ് ഉള്ളത്. അപ്പം നമ്മൾ 20 മിഠായിനെ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യും? ആദ്യമേ നമ്മൾ ഓരോ കുട്ടികൾക്കും 5 ഓരോന്ന് വീതം കൊടുത്തു. അപ്പം നമ്മുടെ കയ്യിൽ 20 മിഠായിയിൽ 5 എണ്ണം പോയ ബാക്കി എത്രയുണ്ട്? 15 ഉണ്ട് അല്ലേ? അപ്പം 15-ൽ പിന്നെ നമ്മൾ ഓരോന്ന് കൊടുത്തു. അപ്പം നമ്മുടെ ബാക്കി എത്രയുണ്ട്? 10 മിഠായി ഉണ്ട്. 10 മിഠായിയിൽ പിന്നെ ഓരോരുത്തർക്ക് നമ്മൾ 5 എണ്ണം വീതം കൊടുത്തപ്പോൾ ബാക്കി 5 മിഠായി ഉണ്ട്. പിന്നെ അവസാനം നമ്മൾ ഓരോരുത്തർക്കും ഓരോന്ന് വീതം കൊടുത്തപ്പോൾ നമ്മുടെ കയ്യിൽ പിന്നെ മിഠായി ഉണ്ടോ? 5 എണ്ണം തീർന്നു. അപ്പം നമ്മൾ ഓരോരുത്തർക്കും എത്ര മിഠായി വീതം കിട്ടി? ആദ്യമേ നമ്മൾ ഒരെണ്ണം കൊടുത്തു, ബാക്കി 15 മിഠായി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ രണ്ടാമത് കൊടുത്തു, മൂന്നാമത് കൊടുത്തു, 4ാമത് കൊടുത്തപ്പോഴാണ് നമ്മുടെ കയ്യിലുള്ള മിഠായി എല്ലാം തീർന്നു. അപ്പം നമുക്ക് ആകെ എത്ര മിഠായി ഓരോരുത്തർക്കും കിട്ടി? ഓരോരുത്തർക്കും 4 മിഠായി വീതം കിട്ടി. അതായത് 20 മിഠായിയെ നമ്മൾ 5 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും 4 മിഠായി വീതം കിട്ടി. ഇനി അടുത്ത പേജ് നമ്പർ 40 നോക്കിക്കേ. ഇഫ് വി ഫോർഗോട്ട് about the candy and the kids and think just about the numbers, the question is this. ഇനി പറഞ്ഞേക്കുന്നേ, മിഠായിയും കുട്ടികളൊക്കെ മറന്നേക്കുക. നമ്മുടെ മാത്സിന്റെ ലാംഗ്വേജിൽ നമുക്ക് എങ്ങനെ ഇതിനെ പറയാം? അതായത് 20 മിഠായി 20 അല്ലായിരുന്നോ? നമ്മൾ 20 സ്പ്ലിറ്റ് ഇൻറ്റു 5 ഈക്വൽ പാർട്സ്, ഹൗ മച്ച് വുഡ് ബി ഈച്ച് പാർട്ട്? അതായത് 20 എന്ന നമ്പറിനെ 5 പാർട്ടാക്കുവാണെങ്കിൽ ഓരോന്നും ഒരു പാർട്ടിൽ എത്ര എണ്ണം ഉണ്ടാകും? ഇൻ ദ ലാംഗ്വേജ് ഓഫ് മാത്ത് ദിസ് ഈസ് ഷോർട്ട് ആൻഡ് ഫർദർ. അതായത് നമ്മൾ മാത്തമാറ്റിക്സിൽ എപ്പോഴും നമ്മൾ ഷോർട്ട് ഫോമിൽ എഴുതുന്നല്ലേ? അതായത് എങ്ങനെ എഴുതാം നമുക്ക്? 20നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടുമെന്ന്. അപ്പോൾ മാത്തമാറ്റിക്കൽ ലാംഗ്വേജ് നമുക്ക് എന്നാന്ന് എഴുതാം? 20 ഡിവൈഡഡ് ബൈ 5 അല്ലേ? വാട്ട് ഈസ് 20 ഡിവൈഡഡ് ബൈ 5? അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചുകൊണ്ട് നമുക്കറിയാം 20 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 4 എന്ന് നമുക്ക് ആൻസർ അറിയാം. ഇവിടെ നോക്കിയേ, ഇഫ് ദ 5 പാർട്സ് 1 ഈച്ച് ദെൻ ടോട്ടൽ ഈസ് 5. 2 ഈച്ച്, ആദ്യമേ നമ്മൾ ഓരോന്ന് കൊടുത്തപ്പോൾ 5 മിഠായി നമ്മുടെ കയ്യിൽ തീർന്നു. 2 വീതം കൊടുത്തപ്പോൾ നമ്മൾ എത്ര? 5 പേരില്ലേ? അപ്പോൾ 5 × 2 10 മിഠായി തീർന്നു. ഇനി ബാക്കി 3 എണ്ണം വീതം കൊടുക്കുമ്പോഴോ 5 × 3 15 നമ്മുടെ കയ്യിൽ തീർന്നു. 4 മിഠായി വീതം കൊടുക്കുമ്പോഴോ 5 × 4 20 നമ്മുടെ മിഠായി തീർന്നു. ഇനി നോക്കിയേ, പേജ് നമ്പർ 40-ൽ ഒരു കോളം ഉണ്ടല്ലേ? ആ കോളം 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുക. അതായത് ഫസ്റ്റ് പാർട്ടിൽ പാർട്സ് ആൻഡ് ഡിവിഷൻ, രണ്ടാമത്തെ പാർട്ടിൽ ടൈംസ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഈ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പരസ്പരം റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പം നോക്കിയാൽ ഒന്നാമത്തേൻ്റെ അകത്ത് നമ്മുടെ മാത്സിന്റെ ലാംഗ്വേജിൽ 20നെ എങ്ങനെ 5 വെച്ച് ഡിവൈഡ് ചെയ്യാന്നാണ് കിടക്കുന്നത്. അതായത് ഇഫ് 20 ഈസ് സ്പ്ലിറ്റ് ഇൻറ്റു 5 ഈക്വൽ പാർട്സ്, ഹൗ മച്ച് വുഡ് ഈച്ച് പാർട്ട് ബി? അതിനെ ഇനി മൾട്ടിപ്ലിക്കേഷൻ രീതിയിലൊന്ന് എങ്ങനെ പറയാം? ഹൗ മെനി ടൈംസ് ഓഫ്
5 മേക്സ് 20. അതായത് 20നെ നമ്മൾ 5 പാർട്സ് ആക്കുമ്പോൾ ഓരോ പാർട്ടും എത്രയെന്നാണ് ഡിവിഷൻ മെത്തേഡിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് മൾട്ടിപ്ലിക്കേഷൻ രീതിയിൽ എങ്ങനെ പറയും? എത്ര തവണ 5 കൂടുമ്പോഴാണ് നമുക്ക് 20 കിട്ടുമെന്ന് പറയും. ഇനി രണ്ടാമത്തെ നോക്കിക്കേ, വാട്ട് നമ്പർ ഡു വി ഗെറ്റ് ഓൺ ഡിവൈഡിങ് 20 by 5? അതായത് നമുക്ക് 20നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏത് നമ്പറാണ് കിട്ടുന്നത്? അപ്പം അതിന് തിരിച്ച് വേറെ രീതി പറഞ്ഞേ, ബൈ വാട്ട് നമ്പർ ഷുഡ് 5 ബി മൾട്ടിപ്ലൈഡ് ടു ഗെറ്റ് 20? 5നെ ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 20 കിട്ടുന്നതെന്ന്. ഇനി ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് നമ്മൾ ചിഹ്നം ഉപയോഗിച്ച് പറഞ്ഞേ, 20 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു ഡാഷ്. അങ്ങനെയാണ് തിരിച്ചെങ്ങനെ പറയാം? 5 ഇൻറ്റു ഡാഷ് ഈക്വൽ ടു 20 എന്ന് പറയാം. ഇനി നോക്കിക്കേ, അടുത്തൊരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. പേജ് നമ്പർ 40 ലാസ്റ്റ് ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. 40 liters of water was filled in 8 bottles of the same size. How many liters of water will be there in each bottle? അതായത് നമ്മുടെ കയ്യിൽ 40 ലിറ്റർ വാട്ടർ ഉണ്ട്. അതിനെ 8 ബോട്ടിൽസിൽ, ഒരേപോലെയുള്ള 8 ബോട്ടിൽസിൽ തുല്യമായിട്ട് നമുക്ക് നിറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ ഓരോ ബോട്ടിലും എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്കറിയാം അല്ലേ, നമ്മൾ മുമ്പ് 20 മിഠായിനെ 5 പേർക്കായി ഡിവൈഡ് ചെയ്ത പോലെ 40 ലിറ്റർ വെള്ളത്തിനെ 8 ബോട്ടിലായിട്ട് നിറയ്ക്കണം. അപ്പം നോക്കിയേ, പേജ് നമ്പർ 41 ഒരു കോളം കിടപ്പുണ്ട് അല്ലേ, അതിൻ്റെ അകത്ത് പാർട്സ് ആൻഡ് ഡിവിഷൻ തന്നിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്ത ടൈംസ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ നമ്മളോട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ പാർട്സ് ആൻഡ് ഡിവിഷൻ്റെ അകത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 40 ഈസ് സ്പ്ലിറ്റ് ഇൻറ്റു 8 ഈക്വൽ പാർട്സ്. ഹൗ മച്ച് വുഡ് ബി ഈച്ച് പാർട്ട്? അപ്പോൾ ഫസ്റ്റിൽ എന്നാ വരും? 40നെ 8 പാർട്ടാണ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ പാർട്ടിലും എത്ര വരുമെന്ന്. അപ്പം നമുക്കതിനെ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എങ്ങനെ പറയാം? ഹൗ മെനി ടൈംസ് ഓഫ് 8 മേക്സ് 40? അതായത് എത്ര 8 കൂടുമ്പോഴാണ് 40 ആകുന്നതെന്ന്. ഇനി രണ്ടാമത്തെ നോക്കിയേ, വാട്ട് നമ്പർ ഡു വി ഗെറ്റ് ഓൺ ഡിവൈഡിങ് 40 by 8? നമുക്ക് 40നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏത് സംഖ്യയാണ് കിട്ടുന്നത്? നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ എങ്ങനെ പറയാം? ബൈ വാട്ട് നമ്പർ ഷുഡ് 8 ബി മൾട്ടിപ്ലൈഡ് ടു ഗെറ്റ് 40? ഏത് നമ്പറിന് 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് 40 കിട്ടുന്നതെന്ന് നമുക്ക് എഴുതാം. ഇനി നമ്മുടെ തേർഡിൽ എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്തമാറ്റിക്കൽ ലാംഗ്വേജിൽ 40 ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് തിരിച്ച് മൾട്ടിപ്ലിക്കേഷൻ എന്ന് എഴുതാം, 8 ഇൻറ്റു ഡാഷ് ഈസ് ഈക്വൽ ടു 40 എന്ന് എഴുതാം. അപ്പം ഇത് ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പം അതുപോലെ തന്നെ അടുത്തൊരു പ്രോബ്ലം കിടപ്പുണ്ടേ. 6 persons ഈക്വലി ഷെയർഡ് 48 kilogram ഓഫ് റൈസ്. ഹൗ മെനി കിലോഗ്രാം ഡിഡ് ഈച്ച് ഗെറ്റ്? അതായത് നമ്മുടെ കയ്യിൽ 48 കിലോഗ്രാം അരിയുണ്ട്. അത് നമ്മൾ 6 പേർക്കായിട്ട് തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യണം. നമ്മുടെ കയ്യിൽ ആകെയുള്ള അരി 48 ആണ്. അതിനെ നമ്മൾ 6 പേഴ്സണ് ഡിവൈഡ് ചെയ്യണം. അപ്പം നമ്മൾ ഈ മുകളിൽ 2 കോളത്തിലും പഠിച്ചതുപോലെ പാർട്സ് ആൻഡ് ഡിവിഷനിലും എഴുതണം, ടൈംസ് ആൻഡ് മൾട്ടിപ്ലിക്കേഷനിലും എഴുതണം. അപ്പം എങ്ങനെ എഴുതാം നമുക്ക്? പാർട്സ് ആൻഡ് ഡിവിഷനിൽ ഒന്നാമത്തെ നമ്മുടെ കയ്യിലുള്ള ആകെ അരി ഏതാ? 48. അപ്പം എന്നാന്ന് എഴുതാം? ഇഫ് 48 ഈസ് സ്പ്ലിറ്റ് ഇൻറ്റു, എത്ര പേർക്കാണ് നമ്മൾ ഡിവൈഡ് ചെയ്യണ്ടേ? 6 അല്ലേ? 6 പേഴ്സൺസ്. അപ്പോൾ 6 ഈക്വൽ പാർട്സ്. ഹൗ മച്ച് വുഡ് ബി ഈച്ച് പാർട്ട് എന്ന് എഴുതാം. ഇനി അതിന് നേരെയുള്ളത് നമുക്ക് എന്നാന്ന് എഴുതാം? ടൈംസ് ആൻഡ് മൾട്ടിപ്ലിക്കേഷനെ ഹൗ മെനി ടൈംസ് ഓഫ് 8 മേക്സ് 6 മേക്സ് 48 എന്ന് എഴുതാം. അതിൻ്റെ തൊട്ട് താഴെ നോക്കിയേ, വാട്ട് നമ്പർ ഡു വി ഗെറ്റ് ഓൺ ഡിവൈഡിങ് 48 by 6? അപ്പം നമുക്കതിന് നേരെ ടൈംസ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് എഴുതാം, ബൈ വാട്ട് നമ്പർ ഷുഡ് 6 ബി മൾട്ടിപ്ലൈഡ് ടു ഗെറ്റ് 48 എന്ന് എഴുതാം. പിന്നെ ലാസ്റ്റ് നമ്മുടെ ഡിവിഷൻ മെത്തേഡ് നമുക്ക് എന്നു എഴുതാം? 48 by 6 എത്രയാണെന്ന് എഴുതാം. ഇവിടെയോ 6 ഇൻറ്റു ഡാഷ് ഈസ് ഈക്വൽ ടു 48 എന്നും എഴുതാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇത്രയും ക്ലിയർ